നമസ്കാരം. യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ റൂളിൽ വന്നിട്ടുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ ആ യൂട്യൂബ് ജേർണിയിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്ന ഒരു മാറ്റമാണ് ഇപ്പം യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്ന് പറയാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോയ്ക്ക് ഒരു 1000 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അത് പ്രയോജനം ചെയ്യും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ, അതായത് യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ആവുകയോ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ആ ഒരു കേസല്ല പറയുന്നത്. മോണിറ്റൈസേഷൻ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ, റീയൂസ്ഡ് കണ്ടന്റ് അല്ലെങ്കിൽ മിസ്യൂസിങ് മെറ്റാഡേറ്റ, ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി, ഇങ്ങനെയൊക്കെയുള്ള റീസൺ കാരണം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, നേരെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് സസ്പെൻഡ് ചെയ്യും. അതിനുശേഷം വീണ്ടും നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലിൽ എന്താണോ ഇഷ്യൂ ഉള്ളത് ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തതിനു ശേഷം 90 ഡേയ്സ് ആണ് അവർ ആ ഒരു ടൈം ഡ്യൂറേഷൻ വെച്ചിരിക്കുന്നത്. 90 ഡേയ്സിന് ശേഷം വീണ്ടും നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി റീ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഇവിടെ ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവരുടെ മാസ വരുമാനമാണ് ഈ പറയുന്ന യൂട്യൂബ് എന്ന് പറയുന്നത്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അത് യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്ത ഒരു പരിപാടിയാണ് ഈ ഒരു റീയൂസ്ഡ് കണ്ടന്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റീസൺസ് പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ സസ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ യൂട്യൂബ് ഈ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കാം പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഇപ്പം റീയൂസ്ഡ് കണ്ടന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിസ്യൂസിങ് മെറ്റാഡേറ്റ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി ആയിക്കോട്ടെ, അങ്ങനെ ഏത് ഇഷ്യൂ കാരണമാണോ നമ്മുടെ യൂട്യൂബ് ചാനൽ സസ്പെൻഡ് ചെയ്യപ്പെടാനായിട്ട് പോകുന്നത്, അതിന് 7 ഡേയ്സ് മുമ്പ് യൂട്യൂബ് നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. അടുത്ത 7 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ആകാനായിട്ട് പോവുകയാണ്. ഇന്ന റീസൺ ആണ് ഇതിന്റെ പിറകിലുള്ളത്, ഇന്ന മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ചാനൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ചാനൽ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ യൂട്യൂബിന്റെ ഈ ഒരു ഡിസിഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് അപ്പീൽ ചെയ്യാം എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ തരും. അതായത് 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ആകുന്നതിന്റെ 7 ദിവസത്തിന് മുമ്പ് തന്നെ നമുക്ക് അപ്പീൽ ചെയ്യാനായിട്ട് സാധിക്കും. മോണിറ്റൈസേഷൻ പോയിട്ടാണ് ഇപ്പം നമുക്ക് അപ്പീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇനി മുതൽ മോണിറ്റൈസേഷൻ പോകുന്നതിന് മുമ്പ് നമുക്ക് അപ്പീൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം പല കേസുകളിലും ഇപ്പം യൂട്യൂബിന്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക്, യൂട്യൂബ് മാനുവലി ഒന്നും അല്ല, ആളുകൾ യൂട്യൂബ് ടീമല്ല ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് വരുന്നത്. മെഷീൻ ലേണിംഗിലൂടെയൊക്കെയാണ് ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്. പലപ്പോഴും മിസ്റ്റേക്കുകൾ പറ്റാറുണ്ട്. മിസ്റ്റേക്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്ന കേസുകൾ വരാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് 90 ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടാനായിട്ട്. അപ്പം യൂട്യൂബ് ചിന്തിക്കുന്നത് നമ്മുടെ ഈ ഒരു 7 ദിവസം തരുന്നതിലൂടെ നമുക്ക് നമ്മുടെ ചാനൽ മിസ്റ്റേക്കിലാണ് ഈ ഒരു മോണിറ്റൈസേഷൻ ഇഷ്യൂ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പം അതുകൊണ്ട് ക്രിയേറ്ററിനും ദോഷമില്ല, യൂട്യൂബിനും ദോഷമില്ലാത്ത രീതിയിൽ ഈ ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഈ ഒരു 7 ദിവസത്തെ ടൈം പീരീഡിൽ നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ മിസ്റ്റേക്കിൽ വന്ന ഒരു ഇഷ്യൂ കാരണമാണ് യൂട്യൂബ് കളയാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അപ്പീൽ ചെയ്യാം. ഇന്ന കാര്യങ്ങളാണ് എൻ്റെ ചാനലിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്തതിനു ശേഷം കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ 7 ദിവസം കഴിഞ്ഞാലും മോണിറ്റൈസേഷൻ പോകുന്നില്ല, കണ്ടിന്യൂ മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് യൂട്യൂബ് ടീം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു റിപ്ലൈ നമുക്ക് കിട്ടുന്ന ആ ഒരു ദിവസം തന്നെ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ആകും. അതല്ല എന്നുണ്ടെങ്കിൽ വരുന്ന 7 ദിവസം കഴിയുമ്പോൾ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ആകും. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഇങ്ങനെ ഒരു ഇഷ്യൂ നമ്മുടെ ചാനലിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഏത് വീഡിയോകൾക്കാണോ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ആ വീഡിയോകൾ ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യരുത്. പലരും ചെയ്യുന്ന പരിപാടിയാണ്, ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ ഇഷ്യൂ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയും. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല, അപ്പീൽ ചെയ്യാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ആ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഓൾറെഡി അവരുടെ സെർവറിൽ ഇതെല്ലാം സേവ് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ പരിപാടി കാണിക്കുന്നു അതെല്ലാം അവർക്കറിയാം. പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം എന്താണോ വരുന്നത് അതുവരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രം ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ഇത് മാത്രമല്ല അപ്ഡേറ്റ്, ഇതിനോട് ചേർന്ന് മറ്റൊരു കാര്യം കൂടെ യൂട്യൂബ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ 7 ദിവസത്തെ ഒരു ടൈം പീരീഡിനുള്ളിൽ നമുക്ക് അപ്പീൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല, ഇനി ഒരു പക്ഷേ നമ്മൾ മറന്നുപോയി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാതെ പോയി, അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഒരു 21 ദിവസം കൂടെ നമ്മുടെ ചാനൽ സസ്പെൻഡ് ആയതിനു ശേഷം 21 ദിവസത്തിന് ഉള്ളിൽ വീണ്ടും നമുക്ക് അപ്പീൽ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? സാധാരണ 90 ദിവസമാണ് ഒരു ടൈം പീരീഡ് ഉള്ളത്. പക്ഷേ നമുക്ക് 21 ദിവസം കൂടെ കിട്ടും. ഈ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന 21 ദിവസത്തിനുള്ളിൽ അപ്പീൽ ചെയ്ത് നമ്മുടെ ചാനൽ നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ചെടുക്കാനുള്ള ഒരു സൗകര്യം കൂടി യൂട്യൂബ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ 1000 ലൈക്കിന്റെ ടാർഗറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് ഇട്ടേക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ടെലഗ്രാമിലും എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.